നമ്മൾ കാൽക്കുലേഷൻ ഓഫ് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് പറഞ്ഞു. ഇനി അടുത്തായിട്ട് നമ്മൾ സംസാരിക്കാൻ വേണ്ടി പോകുന്നത് ദാറ്റ് ഈസ് ആപ്ലിക്കേഷൻസ് ഓഫ് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ എല്ലാവരും ഹെഡിങ് എഴുതിക്കൊള്ളാം. ദാറ്റ് ഈസ് ആപ്ലിക്കേഷൻസ് ഓഫ് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ്. ആപ്ലിക്കേഷൻസ് ഓഫ് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ്. ഇക്വിലിബ്രിയം കോൺസ്റ്റന്റിന്റെ ആപ്ലിക്കേഷനുകളാണ് നമ്മളിവിടെ പറയാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമ്മൾ ആദ്യത്തെ ആപ്ലിക്കേഷൻ, ഒന്നാമത്തെ ആപ്ലിക്കേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടു പ്രെഡിക്റ്റ് ദ ഡയറക്ഷൻ ഓഫ് എ റിയാക്ഷൻ എന്നാണ്. പ്രെഡിക്റ്റ് ദ ഡയറക്ഷൻ ഓഫ് എ റിയാക്ഷൻ. ഒരു റിയാക്ഷൻ്റെ ഡയറക്ഷൻ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ്. ഒരു റിയാക്ഷൻ്റെ ഡയറക്ഷൻ പ്രെഡിക്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു പുതിയ ടോപ്പിക്കിൻ്റെ പേരാണ് ദാറ്റ് ഈസ് കോൾഡ് റിയാക്ഷൻ കോഷ്യൻ്റ് എന്നാണ്. എന്താ വിളിക്കുക? റിയാക്ഷൻ കോഷ്യൻ്റ്. റിയാക്ഷൻ കോഷ്യൻ്റ്. റിയാക്ഷൻ കോഷ്യൻറ്റിനെ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ ക്യൂ എന്ന് പറയുന്ന ലെറ്റർ കൊണ്ടാണ് റിയാക്ഷൻ കോഷ്യൻറ്റിനെ ഡിനോട്ട് ചെയ്യാറുള്ളത്. റിയാക്ഷൻ കോഷ്യനെ ഡിനോട്ട് ചെയ്യുന്നത് ക്യൂ എന്ന് പറയുന്ന ലെറ്ററുമില്ല. ഈ റിയാക്ഷൻ നമുക്കറിയാം ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് കെ, അതിനെ കോൺസെൻട്രേഷൻ ടേമിലാകുമ്പോൾ കെ സി ആവും. ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് പ്രഷറിൻ്റെ ടേമിലാകുമ്പോൾ അത് കെ പി ആവും എന്ന് പറഞ്ഞു. അതുപോലെ റിയാക്ഷൻ കോഷ്യന്റ് കോൺസെൻട്രേഷൻ ടേമിലാകുമ്പോൾ ക്യൂ സി ആവും. റിയാക്ഷൻ കോഷ്യന്റ് ഇൻ ടേംസ് ഓഫ് പ്രഷറിൻ്റെ ടേമിലാകുമ്പോൾ അത് ക്യൂ പി ആവും. റിയാക്ഷൻ കോഷ്യന്റ് in terms of concentration, that is QC. reaction quotient in terms of pressure, that is called QP. QC and QP. അപ്പോൾ കെ സി ആൻഡ് കെ പി എന്താണെന്ന് അറിയാം, അതുപോലെ ക്യൂ സി ആൻഡ് ക്യൂ പി എന്താണെന്ന് അറിയാം. അപ്പോൾ ഒരു റിയാക്ഷൻ്റെ ഡയറക്ഷൻ, അതായത് റിയാക്ഷൻ ഫോർവേഡ് ഡയറക്ഷനിലാണോ നടക്കുന്നത്, റിയാക്ഷൻ ബാക്ക്വേർഡ് ഡയറക്ഷനിലാണോ നടക്കുന്നത്, അല്ലെങ്കിൽ റിയാക്ഷൻ ഇക്വിലിബ്രിയത്തിലാണോ, അങ്ങനെ ഒരു റിയാക്ഷൻ്റെ ഡയറക്ഷൻ പ്രെഡിക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? ഈ റിയാക്ഷൻ കോഷ്യൻ്റ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതെന്താണ് എന്നുള്ളതാണ് അടുത്ത് നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത്. ഓക്കെ ആണല്ലോ? റിയാക്ഷൻ കോഷ്യൻ്റ് എങ്ങനെയാണ്, എന്താണ് റിയാക്ഷൻ കോഷ്യൻ്റ് എന്നുള്ളത് ഞാൻ പറയാം. ഓക്കെ, ഇപ്പോൾ എല്ലാവരും കൂടെ ശ്രദ്ധിക്കണേ. അതായത് ഇപ്പോൾ ഞാൻ ഒരു റിയാക്ഷൻ എടുക്കുകയാണ്, ദാറ്റ് ഈസ് എ. നന്നായി ശ്രദ്ധിക്കണേ, എന്നാലേ മനസ്സിലാവുള്ളൂ. എ പ്ലസ് ബി ബി ഗിവ്സ് സി സി പ്ലസ് ഡി ഡി എന്ന് പറയുന്ന റിയാക്ഷൻ എടുത്തു. കുഴപ്പമുണ്ടോ? എ പ്ലസ് ബി ബി ഗിവ്സ് സി സി പ്ലസ് ഡി ഡി എന്ന് പറഞ്ഞ റിയാക്ഷൻ എടുത്ത് ഞാനിവിടെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് കെ സി കണ്ടുപിടിക്കുകയാണ്. ഇങ്ങനെ ഉണ്ടാവുക കെ സി എന്ന് പറഞ്ഞാൽ കോൺസെൻട്രേഷൻ ഓഫ് സി റൈസ് ടു സി ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് ഡി റൈസ് ടു ഡി ബൈ കോൺസെൻട്രേഷൻ ഓഫ് എ റൈസ് ടു എ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് ബി റൈസ് ടു ബി. ശരിയല്ലേ? എ പ്ലസ് ബി ബി സി സി പ്ലസ് ഡി ഡി എന്ന് പറഞ്ഞ റിയാക്ഷൻ എടുത്ത് അതിൻ്റെ കേസ് ഇങ്ങനെ പറയാം, കോൺസെൻട്രേഷൻ ഓഫ് സി റൈസ് ടു സി ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് ഡി റൈസ് ടു ഡി ബൈ കോൺസെൻട്രേഷൻ ഓഫ് എ റൈസ് ടു എ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് ബി റൈസ് ടു ബി. ഇനി നമ്മളിവിടെ ഡിഫൈൻ ചെയ്ത റിയാക്ഷൻ കോഷ്യൻ്റ്, ഇതിൻ്റെ ക്യൂ സി എങ്ങനെ എഴുതാറ്? ക്യൂ സി ഇത് എ റിയാക്ഷൻ്റെ ക്യൂ സി, അതായത് സെയിം റിയാക്ഷൻ എ പ്ലസ് ബി ബി, സെയിം റിയാക്ഷൻ്റെ ക്യൂ സി എങ്ങനെ എഴുതാം? ക്യൂ സി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ എഴുതാം, കോൺസെൻട്രേഷൻ ഓഫ് സി റൈസ് ടു സി into concentration of d raised to d by concentration of a raised to a into concentration of b raised to b. ഇത് രണ്ടും ഒന്നല്ലേ? കെ സി എഴുതി തന്നെ അല്ലേ ഞാനിവിടെ ക്യൂ സി എഴുതി? അങ്ങനെയാണെങ്കിൽ റിയാക്ഷൻ കോഷ്യൻറ്റും ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റും ഒന്നാണോ? ഒന്നാണെങ്കിൽ പിന്നെ അങ്ങനെ രണ്ട് ടേം ആയിട്ട് ഡിഫൈൻ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ എൻ്റെ ചോദ്യം ഇതാണ്, റിയാക്ഷൻ കോഷ്യൻറ്റും ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റും ഒന്നാണോ? ഒന്നല്ല. പക്ഷേ അവ രണ്ടും തമ്മിലൊരു സിമിലാരിറ്റി ഉണ്ട്. അതെന്താണ് എന്നാണ് പറയാൻ പോകുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വളരെ ശ്രദ്ധയോടുകൂടി നിങ്ങളിതിനെ നോക്കിക്കണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് റിയാക്ഷൻ കോഷ്യൻ്റ് എന്താണെന്ന് പിടികിട്ടാൻ പറ്റുള്ളൂ. അതായത് ഞാൻ എ പ്ലസ് ബി ബി സി സി പ്ലസ് ഡി ഡി റിയാക്ഷൻ എടുത്താൽ കെ സി സി റൈസ് ടു സി ഇൻറ്റു ഡി റൈസ് ടു ഡി ബൈ എ റൈസ് ടു ഇൻറ്റു ബി റൈസ് ടു ബി ആണ്. അതേപോലെ എ പ്ലസ് സെയിം റിയാക്ഷൻ തന്നെ റിയാക്ഷൻ കോഷ്യൻ്റ് ഇതിലും സി റൈസ് ടു സി ഇൻറ്റു ഡി റൈസ് ടു ഡി ബൈ എ റൈസ് ടു ഇൻറ്റു ബി റൈസ് ടു ബി തന്നെയാണ്. ആണോ അല്ലേ? ആണ്. അങ്ങനെയാണെങ്കിൽ റിയാക്ഷൻ കോഷ്യൻറ്റും ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റും തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്നാണ് പറയാൻ പോകുന്നത്. നിങ്ങൾക്കറിയാം, ഉദാഹരണം നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഞാനിതൊരു റിയാക്ഷനായിട്ട് കൺസിഡർ ചെയ്യാണ്. ഇതാണ് ഇവിടെ, ഇത് റിയാക്റ്റൻ്റാണ്. ഈ റിയാക്റ്റൻ്റ് ഇതിലെങ്ങനെ പോയി ഇവിടെ എത്തുമ്പോഴാണ് റിയാക്റ്റൻ്റ് എന്തായി മാറുന്നത്? പ്രൊഡക്റ്റ് ആവുന്നതെന്ന് വിചാരിക്കുക. നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. ഉദാഹരണത്തിന് അതിൻ്റെ ഈ സെൻറ്റർ പൊസിഷനാണ് അതിൻ്റെ ഇക്വിലിബ്രിയം പൊസിഷൻ എന്ന് വിചാരിക്കുക. എന്താണ് ഇക്വിലിബ്രിയം പൊസിഷൻ? നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും. ഇതൊരു റിയാക്ഷനായിട്ട് ഇതിനെ വിചാരിക്കുക. ഇത് ഇതിൻ്റെ റിയാക്റ്റൻ്റ് ആണ്. ഇവിടെ ഈ പോയിന്റിലെത്തുമ്പോൾ ഒരു പ്രൊഡക്റ്റ് ആണെന്ന് വിചാരിക്കുക. ഇതതിൻ്റെ ഇക്വിലിബ്രിയം എന്ന് പറയുന്ന സ്റ്റേജ് ആണ് എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ മക്കളെ നമ്മൾ പറയാറുള്ള ഇക്വിലിബ്രിയം കോൺസ്റ്റൻ്റ് ഇല്ലേ? ഇക്വിലിബ്രിയം, ആ പേരിനെ മനസ്സിലാവും. ഇക്വിലിബ്രിയം കോൺസ്റ്റൻ്റ് എന്ന് പറഞ്ഞാൽ അത് ഇക്വിലിബ്രിയം സ്റ്റേജിൽ ഡിഫൈൻ ചെയ്യുന്ന കോൺസ്റ്റൻ്റ് ആണ്. എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇവിടെ ഡിഫൈൻ ചെയ്യുന്ന കോൺസ്റ്റൻ്റ് ആണ് ഏത് കെ സി എന്ന് പറയുന്നത്. ഇവിടെ ഡിഫൈൻ ചെയ്ത കെ സി ആവുമോ? ഇവിടെ ഡിഫൈൻ ചെയ്ത കെ സി ആവുമോ? ഇവിടെ ഡിഫൈൻ ചെയ്ത കെ സി ആവുമോ? ഇവിടെ കെ സി ആണോ? ഇതൊന്നും എന്തല്ല? കെ സി അല്ല. ഇതൊന്നും കെ സി അല്ല. കെ സി ഇവിടെ മാത്രമേ ഉണ്ടാവുള്ളൂ.
ഈ ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞ സ്റ്റേജിലുള്ളത് മാത്രമാണ് കെ സി എന്ന് പറയുന്നത്. എന്നാൽ ക്യൂ സിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അതാണ് ഞാൻ പറഞ്ഞത്. ക്യൂ സിയുടെ പ്രത്യേകത മക്കളെ നിങ്ങൾ ഇവിടെ ഡിഫൈൻ ചെയ്തു ഒരു കോൺസ്റ്റൻറ്റ്, ദാറ്റ് ഇസ് കോൾഡ് ക്യൂ സി. ഇവിടെ ക്യൂ സി, 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 ഇവിടെ ക്യൂ സി. ബാക്കി ഏത് പൊസിഷനിൽ നിങ്ങൾ ഡിഫൈൻ ചെയ്താലും അത് ക്യൂ സി ആണ്. ഇനി നിങ്ങൾ ഇക്വിലിബ്രിയത്തിൽ നിങ്ങൾ ക്യൂ സി ഡിഫൈൻ ചെയ്താൽ എനിക്ക് പറയാം അറ്റ് ഇക്വിലിബ്രിയത്തിൽ ക്യൂ സി എന്തിന് ഈക്വലാവും? കെ സിക്ക് ഈക്വലാവും. അപ്പോൾ ക്യൂ സിയും കെ സി എപ്പോഴാണ് ഈക്വലാവുക? ഇക്വിലിബ്രിയം എന്ന് പറയുന്ന സ്റ്റേജിലായിരിക്കും. അപ്പോൾ എനിക്കിങ്ങനെ പറയാം. അപ്പോൾ റിയാക്ഷൻ കോഷ്യൻ്റ് ഞാൻ എങ്ങനെ ഡിഫൈൻ ചെയ്യാം? റിയാക്ഷൻ കോഷ്യൻ്റ് ഡിഫൈൻ ചെയ്യുന്നത് ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് ഡിഫൈൻ ചെയ്യുന്ന പോലെ തന്നെയാണ്. ശരിയല്ലേ? റിയാക്ഷൻ കോഷ്യൻ്റ് ഡിഫൈൻ ചെയ്യുന്നത് ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് ഡിഫൈൻ ചെയ്യുന്ന പോലെ തന്നെയാണ്. പക്ഷേ ഉള്ള വ്യത്യാസം എന്താ? ഈ റിയാക്ഷൻ കോഷ്യൻറ്റിനകത്തുണ്ടാകുന്ന എല്ലാ കോൺസെൻട്രേഷൻ്റെ ടേമുകളും എന്തിലാവണമെന്നില്ല? ഇക്വിലിബ്രിയത്തിലാവണമെന്നില്ല. അത് ഞാൻ പറഞ്ഞ് ഇത് റിയാക്റ്റൻ്റ് ഇങ്ങനെ ഇവിടെ പ്രൊഡക്റ്റ് എത്തുമ്പോൾ ഇതെൻ്റെ ഇക്വിലിബ്രിയം സ്റ്റേജാണ്. ഇക്വിലിബ്രിയം സ്റ്റേജിൽ നമ്മൾ ഡിഫൈൻ ചെയ്യുന്ന കോൺസ്റ്റൻ്റ് ആണിത് ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ്. അപ്പോൾ ഇക്വിലിബ്രിയം സ്റ്റേജ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അതിലുള്ള എല്ലാ റിയാക്റ്റൻ്റ് പ്രൊഡക്റ്റും ഏതിലായിരിക്കും? അവിടുത്തെ എല്ലാ റിയാക്റ്റൻ്റ് പ്രൊഡക്റ്റും ഏതിലായിരിക്കും? ഇക്വിലിബ്രിയത്തിലാവും. പക്ഷേ ഇവിടെ നിന്ന് ഡിഫൈൻ ചെയ്യുമ്പോൾ എല്ലാ റിയാക്റ്റൻ്റ് പ്രൊഡക്റ്റും എന്തിലാകണമെന്നില്ല? ഇക്വിലിബ്രിയത്തിലാകണമെന്നില്ല. ഇനി ആകാം എപ്പോൾ? ഇക്വിലിബ്രിയം സ്റ്റേജിൽ. ഇപ്പോൾ ക്യൂ സിയും കെ സി നമ്മളെ വ്യത്യാസം മനസ്സിലായിട്ടുണ്ടാവും. ക്യൂ സി നിങ്ങൾക്ക് എവിടെ വേണമെങ്കിൽ ഡിഫൈൻ ചെയ്യാം. കെ സി ഇക്വിലിബ്രിയത്തിൽ മാത്രമേ ഡിഫൈൻ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ റിയാക്ഷൻ കോഷ്യൻ്റ് ഇങ്ങനെ ഡിഫൈൻ ചെയ്യുക. റിയാക്ഷൻ കോഷ്യൻ്റ് ഈസ് ഡിഫൈൻഡ് ഇൻ ദ സെയിം വേ ആസ് ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് but all the concentration terms are not necessarily in the equilibrium value. Not necessarily in the equilibrium value. Not necessarily in the equilibrium value. എല്ലാ കോൺസെൻട്രേഷൻ ടേമിലും ഇക്വിലിബ്രിയത്തിലാകണമെന്നില്ല. എൻ്റെ അർത്ഥം ആവാം എപ്പോൾ? അറ്റ് ഇക്വിലിബ്രിയം സ്റ്റേജ്. Is it clear? Are you okay? So what is reaction quotient? അതായത് സി റിയാക്ഷൻ്റെ കെ സി ഡിഫൈൻ ചെയ്താലും ക്യൂ സി ഡിഫൈൻ ചെയ്താലും ഒരേപോലെയാണ്. വ്യത്യാസം കെ സി ഡിഫൈൻ ചെയ്യുമ്പോൾ ഈ എല്ലാ ആൾക്കാരും എന്തിലാണ്? ഇക്വിലിബ്രിയത്തിലാണ്. ക്യൂ സി ഡിഫൈൻ ചെയ്യുമ്പോൾ എല്ലാ ആൾക്കാരും എന്തിലാവണമെന്നില്ല? ഇക്വിലിബ്രിയത്തിലാവണമെന്നില്ല. ആവാം, ആവാതിരിക്കാം. ആണ് എങ്കിൽ അത് ഇക്വിലിബ്രിയം സ്റ്റേജ് ആണെന്ന് മനസ്സിലാക്കാം. ഓക്കെ, ഇസ് ഇറ്റ് ക്ലിയർ? അപ്പോൾ ഞാൻ എങ്ങനെ ഡയറക്ഷൻ പ്രെഡിക്റ്റ് ചെയ്ത് നോക്കാം? ഉദാഹരണത്തിന് ഞാൻ ഇവിടെയാണ് ക്യൂ സി ഡിഫൈൻ ചെയ്യുന്നത്, ഇവിടെയാണ് ക്യൂ സി ഡിഫൈൻ ചെയ്തത് അല്ലേ? ഇവിടെയാണ് ക്യൂ സി, ഇവിടെയാണ് കെ സി. റിയാക്ഷൻ എപ്പോഴും ഇക്വിലിബ്രിയത്തിലേക്ക് പോകാൻ വേണ്ടി ശ്രമിക്കുകയല്ലേ ചെയ്യുക. അപ്പോൾ ക്യൂ സി ലെസ് ദാൻ കെ സി ആണെങ്കിൽ റിയാക്ഷൻ മുന്നോട്ട് നടക്കുക. അപ്പോൾ ഫോർവേഡ് ഡയറക്ഷനിലാണ്. ഇനി ക്യൂ സി ഇവിടെ ഡിഫൈൻ ചെയ്താൽ ക്യൂ സിയും കെ സിയും ഒരേപോലെ ആണെങ്കിലോ അത് ഇക്വിലിബ്രിയത്തിലാവും. ഇവിടെയാണ് ഡിഫൈൻ ചെയ്യുന്നത് ക്യൂ സി എങ്കിലോ ഇക്വിലിബ്രിയത്തിലേക്ക് വരാൻ. അപ്പോൾ ഏത് നടക്കുക? ബാക്ക്വേർഡ്. ക്യൂ സി ലെസ് ദാൻ കെ സി, then forward. QC equal to KC at equilibrium. QC greater than KC, backward reaction. Simple. This is called the first application, that is called predict the direction of a reaction. അപ്പോൾ നമ്മൾ ഞാൻ ഇക്വേഷൻ എല്ലാവരും രണ്ടാളും എഴുതിയിരിക്കണേ. ഞാൻ ഇതിൻ്റെ ഡെഫിനിഷൻ പറഞ്ഞുതരാം. എല്ലാവരും ഡെഫിനിഷൻ എഴുതിക്കോളൂ. എങ്ങനെ ഡെഫിനിഷൻ എഴുതാ? പറ. റിയാക്ഷൻ കോഷ്യൻ്റ് is defined in the same way as equilibrium constant reaction quotient is defined in the same way as equilibrium constant, but all the concentration terms are not necessarily in the equilibrium values. Is it clear? അപ്പോൾ എന്താ മക്കളെ ഒന്നാമത്തെ ആപ്ലിക്കേഷൻ, ദാറ്റ് ഈസ് പ്രെഡിക്റ്റിംഗ് ദ ഡയറക്ഷൻ ഓഫ് എ റിയാക്ഷൻ. അതിന് വേണ്ടി നമ്മൾ ഡിഫൈൻ ചെയ്യുന്ന ഒന്നാണ് ദാറ്റ് ഈസ് റിയാക്ഷൻ കോഷ്യൻ്റ്. വാട്ട് ഈസ് റിയാക്ഷൻ കോഷ്യൻ്റ്? ഇറ്റ് ഈസ് ഡിഫൈൻഡ് ഇൻ ദ സെയിം വേ ആസ് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ്, ബട്ട് ഓൾ ദ കോൺസെൻട്രേഷൻ ടേംസ് ആർ നോട്ട് നെസസറിലി ഇൻ ദ ഇക്വിലിബ്രിയം വാല്യൂസ്. ഇനി ബൈ യൂസിങ് ക്യൂ സി എങ്ങനെയാണ് നമ്മൾ ഇത് ഡിഫൈൻ ചെയ്യുക? അതിനുള്ള സാധനമാണ് ഞാൻ ഇവിടെ പറഞ്ഞത്. അതായത് ക്യൂ സി ലെസ് ദാൻ കെ സി ആണെങ്കിൽ ക്യൂ സി കെ സി റിയാക്ഷൻ പോകും. അപ്പോൾ ഏതാ? ഫോർവേഡ് റിയാക്ഷൻ ആണ് നടക്കുക. ഫോർവേഡ് റിയാക്ഷൻ ഒക്കെ. ഇനി ക്യൂ സി ഈസ് ഈക്വൽ ടു കെ സി ആണെങ്കിലോ ദാറ്റ് ഈസ് അറ്റ് ഇക്വിലിബ്രിയം ആണ്. ക്യൂ സി ഗ്രേറ്റർ ദാൻ കെ സി ആണെങ്കിലോ ദാറ്റ് ഈസ് ബാക്ക്വേർഡ് റിയാക്ഷൻ ആണ്.
മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ക്യൂ സി ലെസ് ദാൻ കെ സി ഫോർവേഡ്, ക്യൂ സി ഈക്വൽ ടു കെ സി ദാറ്റ് ഈസ് അറ്റ് ഇക്വിലിബ്രിയം, ദാറ്റ് ഈസ് ക്യൂ സി ഗ്രേറ്റർ ദാൻ കെ സി ദാറ്റ് ഈസ് ബാക്ക്വാർഡ് റിയാക്ഷൻ. ക്ലിയർ ആയിട്ടുണ്ടോ? ബൈ ഒന്നാമത്തെ ആപ്ലിക്കേഷൻ ദാറ്റ് ഈസ് predict the direction of a reaction. Predict the direction of a reaction. QC less than Kc, forward, QC is equal to Kc, at equilibrium, QC greater than Kc, that is backward reaction. ഇനിയിപ്പോൾ ഞാൻ ഈ പറഞ്ഞ കണ്ടീഷൻസിനെ NCERT നോക്കിക്കഴിഞ്ഞാൽ ഇതിനെ പിക്ചോറിയലി ആയിട്ട് നിങ്ങൾക്കും കാണിക്കുന്നുണ്ട്. വേണമെങ്കിൽ അതുകൂടി കാണിക്കാം. പിക്ചോറിയൽ റെപ്രസെൻറ്റേഷൻ ആയിട്ട് എങ്ങനെ കാണിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുമില്ല, സംഭവം വളരെ സിമ്പിളാണ്. യെസ്, ഇത് ക്യൂ സി, ഇത് കെ സി. ആരാ വലുത്? കെ സി ആണ് വലുത്. അപ്പോൾ ക്യൂ സി ഈസ് ലെസ് ദാൻ കെ സി. അങ്ങനെയാണ് ഇവിടെ ഏത് റിയാക്ഷനാണ്? ദിസ് ഈസ് ഫോർവേഡ് റിയാക്ഷൻ. ഇത് ക്യൂ സി, ഇത് കെ സി. ഹിയർ ക്യൂ സി ഈസ് ഈക്വൽ ടു കെ സി എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് അറ്റ് ഇക്വിലിബ്രിയം. സിമ്പിൾ. അടുത്ത് ദിസ് ഈസ് ക്യൂ സി ആൻഡ് ദിസ് ഈസ് കെ സി. ദിസ് ഈസ് ക്യൂ സി ആൻഡ് ദിസ് ഈസ് കെ സി. ഹിയർ ക്യൂ സി ഈസ് ഗ്രേറ്റർ ദാൻ കെ സി, ദാറ്റ് ഈസ് ബാക്ക്വാർഡ് റിയാക്ഷൻ. ക്ലിയർ ആയിട്ടുണ്ടോ? അപ്പോൾ ഒന്നാമത്തെ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് പ്രെഡിക്റ്റിംഗ് ദ ഡയറക്ഷൻ ഓഫ് എ റിയാക്ഷൻ. പ്രെഡിക്റ്റ് ദ ഡയറക്ഷൻ ഓഫ് എ റിയാക്ഷൻ. ദിസ് ഈസ് ദ ഫസ്റ്റ് ആപ്ലിക്കേഷൻ. ഇനി നമുക്ക് രണ്ടാമത്തെ ആപ്ലിക്കേഷനിലേക്ക് പോകാം. രണ്ടാമത്തെ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് പ്രെഡിക്റ്റ് ദ സ്റ്റെബിലിറ്റി ഓഫ് റിയാക്ടന്റ് പ്രൊഡക്റ്റ്. പ്രെഡിക്റ്റ് ദ സ്റ്റെബിലിറ്റി ഓഫ് റിയാക്ടന്റ് പ്രൊഡക്റ്റ്. റിയാക്ടന്റിൻ്റെയും പ്രൊഡക്റ്റിൻ്റെയും സ്റ്റെബിലിറ്റി പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉദാഹരണത്തിന് എ ഗിവ്സ് ബി എന്ന് പറഞ്ഞ റിയാക്ഷൻ എടുത്താൽ ഇവിടുത്തെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ കോൺസെൻട്രേഷൻ ഓഫ് ബി ഡിവൈഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് എ ആണ്. അല്ലെങ്കിൽ ഇപ്പം ഞാൻ ഇത് ആർ ഗിവ്സ് പി ആണെങ്കിൽ റിയാക്ടന്റ് പ്രൊഡക്റ്റ് അങ്ങനെ ആക്കാൻ വേണ്ടി ആർ ഗിവ്സ് പി ആക്കാം. അങ്ങനെയാണ് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് കെ എന്ന് പറഞ്ഞാൽ കോൺസെൻട്രേഷൻ ഓഫ് പി ഡിവൈഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് ആർ ആണ്. ആണോ അല്ലേ? ആണ്. ഇനി അഥവാ കെയുടെ വാല്യൂ കൂടിയ, കെയുടെ വാല്യൂ കൂടുക എന്ന് പറഞ്ഞാൽ ഇയാളുടെ വാല്യൂ കൂടുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇയാളുടെ വാല്യൂ കൂടുതലാണ് അല്ലേ? ഇപ്പോൾ കെയുടെ വാല്യൂ കൂടിക്കഴിഞ്ഞാൽ കോൺസെൻട്രേഷൻ ഓഫ് പ്രൊഡക്റ്റ് കൂടും അല്ലേ? ആണോ? കെയുടെ വാല്യൂ കൂടിയ പ്രൊഡക്റ്റിൻ്റെ കോൺസെൻട്രേഷൻ കൂടും. അങ്ങനെയാണെങ്കിൽ വെൻ വാല്യൂ ഓഫ് കെ ഈസ് ഗ്രേറ്റർ ദെൻ കോൺസെൻട്രേഷൻ ഓഫ് പ്രൊഡക്റ്റ് ഈസ് മോർ സ്റ്റേബിൾ എന്നാണ്. ദ വാല്യൂ ഓഫ് കെ ഈസ് ഗ്രേറ്റർ ദെൻ പ്രോഡക്റ്റ് വിൽ ബി പ്രൊഡക്റ്റ് ഈസ് മോർ സ്റ്റേബിൾ. എപ്പോഴാണ് പ്രൊഡക്റ്റ് മോർ സ്റ്റേബിൾ ആവുക? കെയുടെ വാല്യൂ കൂടുമ്പോൾ പ്രൊഡക്റ്റ് മോർ സ്റ്റേബിൾ ആവും. ഇനി കെയുടെ വാല്യൂ കുറഞ്ഞാലോ? കെയുടെ വാല്യൂ കുറയാന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ഇയാളുടെ വാല്യൂ കൂടണം അല്ലേ? ഇയാളുടെ വാല്യൂ കൂടിക്കഴിഞ്ഞാൽ ഇത് കുറയില്ലേ? അപ്പോൾ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻ്റ് കൂടിയിട്ടുണ്ടാവും. ആണോ? അങ്ങനെയാണെങ്കിൽ റിയാക്റ്റൻ്റ് ആയിരിക്കും മോർ സ്റ്റേബിൾ. റിയാക്റ്റൻ്റ് ഈസ് മോർ സ്റ്റേബിൾ. മനസ്സിലായിട്ടുണ്ടോ? ക്ലിയർ ആയിട്ടുണ്ടോ? ഒന്നാമത്തെ എന്തായിരുന്നു? പ്രെഡിക്റ്റ് ദ ഡയറക്ഷൻ ഓഫ് എ റിയാക്ഷൻ. രണ്ടാമത്തെ പ്രെഡിക്റ്റ് ദ സ്റ്റെബിലിറ്റി ഓഫ് റിയാക്ടൻ ആൻഡ് പ്രോഡക്റ്റ്. ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇനി ഒരൊറ്റ ആപ്ലിക്കേഷൻ കൂടിയുണ്ട്. ദാറ്റ് ഈസ് ദ തേർഡ് വൺ. ദാറ്റ് ഈസ് പ്രെഡിക്റ്റിംഗ് ദ എക്സ്റ്റെൻറ്റ് ഓഫ് എ റിയാക്ഷൻ. പ്രെഡിക്റ്റ് ദ എക്സ്റ്റെൻറ്റ് ഓഫ് എ റിയാക്ഷൻ. ഒന്നാമത്തെന്ന് പറഞ്ഞാൽ വെൻ ദ വാല്യൂ ഓഫ് കെ സി ഈസ് ഗ്രേറ്റർ ദാൻ 10⁻³ എന്ന് പറഞ്ഞാൽ 10⁻³ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം കെ എന്ന് പറഞ്ഞാൽ കോൺസെൻട്രേഷൻ ഓഫ് പ്രൊഡക്റ്റ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻ്റ് ആണ് അല്ലേ? അതായത് പ്രൊഡക്റ്റിൻ്റെ കോൺസെൻട്രേഷൻ കൂടുമ്പോഴാണ് കെയുടെ വാല്യൂ കൂടുക. അതായത് കെയുടെ വാല്യൂ കൂടുമ്പോൾ കോൺസെൻട്രേഷൻ ഓഫ് പ്രൊഡക്റ്റ് കൂടും. അപ്പോൾ കെയുടെ വാല്യൂ 10⁻³ വലിയ വാല്യൂ ആണെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം കോൺസെൻട്രേഷൻ ഓഫ് പ്രൊഡക്റ്റ് വളരെ കൂടുതലാണ് എന്ന് പറഞ്ഞാൽ കോൺസെൻട്രേഷൻ ഓഫ് പ്രൊഡക്റ്റ് വളരെ കൂടുതലാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിയാക്ഷൻ കുറേ നടന്നിട്ടുണ്ടാവും. റിയാക്ഷൻ കുറേ നടന്നാലല്ലേ പ്രൊഡക്റ്റ് തന്നെ കിട്ടുള്ളൂ. മനസ്സിലായല്ലോ? ഒന്നുകൂടെ പറയാം. അതായത് കെ സി ഗ്രേറ്റർ ദാൻ 10⁻³ എന്ന് പറഞ്ഞതിൻ്റെ മീനിങ് ഇതാണ്. കെ എന്ന് പറഞ്ഞാൽ പ്രൊഡക്റ്റ് ബൈ റിയാക്റ്റൻ്റ് ആണ്. കെയുടെ വാല്യൂ വളരെ കൂടുമ്പോഴാണ് പ്രൊഡക്റ്റിൻ്റെ വാല്യൂ കൂടുക അല്ലേ? പ്രൊഡക്റ്റിൻ്റെ വാല്യൂ കൂടുമ്പോൾ കെ കൂടും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
പ്രൊഡക്റ്റിൻ്റെ കോൺസെൻട്രേഷൻ വളരെ കൂടുതലാണെന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം അധിക റിയാക്ടൻ്റ് എന്തായി പ്രൊഡക്റ്റായി കഴിഞ്ഞു എന്നല്ലേ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ഈ റിയാക്ഷൻ കഴിയാറായിട്ടുണ്ട് എന്നല്ലേ. അപ്പോൾ വെൻ Kc ഈസ് ഗ്രേറ്റർ ദാൻ 10⁻³ ആണെങ്കിൽ നമ്മളിങ്ങനെ പറയാം റിയാക്ഷൻ പ്രൊസീഡ് നിയർലി ടു കംപ്ലീഷൻ എന്നാണ്. റിയാക്ഷൻ പ്രൊസീഡ് നിയർലി ടു കംപ്ലീഷൻ. റിയാക്ഷൻ പ്രൊസീഡ് നിയർലി ടു കംപ്ലീഷൻ. Kc ഗ്രേറ്റർ ദാൻ 10⁻³ ആണ് റിയാക്ഷൻ പ്രൊസീഡ് നിയർലി ടു കംപ്ലീഷൻ. അങ്ങനെയാണ് രണ്ടാമത്തെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ Kc ഈസ് ലെസ് ദാൻ 10⁻³ 10⁻³ എന്ന് പറഞ്ഞാൽ വളരെ വലിയ എന്ന് പറഞ്ഞാൽ റിയാക്ഷൻ തുടങ്ങിയിട്ടില്ല അല്ലേ എന്ന് പറഞ്ഞാൽ എനിക്ക് ഇങ്ങനെ പറയാം റിയാക്ഷൻ പ്രൊസീഡ് റയർലി. റിയാക്ഷൻ പ്രൊസീഡ് റയർലി. Kcയുടെ വാല്യൂ വളരെ കുറവാന്ന് പറഞ്ഞാൽ റിയാക്ടൻ അല്ലേ. K എന്ന് പറഞ്ഞാൽ കോൺസെൻട്രേഷൻ ഓഫ് പ്രൊഡക്റ്റ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടൻ്റ് ആണ്. അപ്പോൾ Kcയുടെ വാല്യൂ വളരെ കുറവാവണമെങ്കിൽ റിയാക്ടൻ്റെ വാല്യൂ വളരെ കൂടുതലാവണം. റിയാക്ടൻ്റെ വാല്യൂ വളരെ കൂടുതലാണെന്ന് പറഞ്ഞാൽ റിയാക്ഷൻ തുടങ്ങാൻ പോകുന്നുള്ളൂ അല്ലെങ്കിൽ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തത്. അതുകൊണ്ടാണ് റിയാക്ഷൻ പ്രൊസീഡ് റയർലി എന്നാണ് പറയുന്നത്. അങ്ങനെ മൂന്നാമത്തെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ Kc ഇൻ ബിറ്റ്വീൻ 10⁻³ ആൻഡ് 10⁻³. അപ്പോൾ എങ്ങനെ പറയാം -3ക്കും 3ക്കും ഇടയ്ക്കാണെങ്കിൽ അത്യാവശ്യത്തിന് റിയാക്ടൻ്റും ഉണ്ടാവും അത്യാവശ്യത്തിന് പ്രൊഡക്റ്റ് ഉണ്ടാവും എന്ന് പറഞ്ഞാൽ അപ്രീഷ്യബിൾ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടൻ്റ് ആൻഡ് പ്രൊഡക്റ്റ് ആർ പ്രസൻറ്റ്. നമ്മൾ 3 ആപ്ലിക്കേഷൻ പറഞ്ഞു. ഒന്നാമത്തെ ആപ്ലിക്കേഷൻ പ്രെഡിക്റ്റിംഗ് ദ ഡയറക്ഷൻ ഓഫ് എ റിയാക്ഷൻ, predicting the stability of a reactant and product, predict the extent of a reaction. Kc greater than 10⁻³ ആണെങ്കിൽ റിയാക്ഷൻ പ്രൊസീഡ് നിയർലി ടു കംപ്ലീഷൻ. Kc ലെസ് ദാൻ 10⁻³ ആണ് റിയാക്ഷൻ പ്രൊസീഡ് റയർലി. Kc ഇൻ ബിറ്റ്വീൻ 10⁻³ and 10⁻³ ആണ് അപ്രീഷ്യബിൾ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടന്റ് ആൻഡ് പ്രൊഡക്റ്റ് പ്രസന്റ്. ഈസ് ഇറ്റ് ക്ലിയർ? സംഭവം പിടികിട്ടിയിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഇതോടുകൂടി ആപ്ലിക്കേഷൻ ഓഫ് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് തീരുന്നു. ഇതോടുകൂടി സെക്ഷൻ നമ്പർ 1 നമ്മുടെ 5ാമത്തെ ടോപ്പിക്കായിട്ടുള്ള ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ആൻഡ് ദെയർ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്ന ടോപ്പിക്ക് ഇവിടെ അവസാനിക്കുകയാണ്. ഇനി ഒരേ ഒരു ടോപ്പിക് കൂടിയാണ് ബാക്കിയുള്ളത്. ദാറ്റ് ഈസ് ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ഇക്വിലിബ്രിയം. നിങ്ങൾക്കറിയാം സെക്ഷൻ നമ്പർ 1 6 കാര്യങ്ങളാണുള്ളത്. ഒന്നാമത്തെ ഇറിവേഴ്സിബിൾ ആൻഡ് റിവേഴ്സിബിൾ റിയാക്ഷൻ, ഹോമോജീനിയസ് ആൻഡ് ഹെറ്ററോജീനിയസ് റിയാക്ഷൻ, സ്റ്റേറ്റ് ഓഫ് കെമിക്കൽ ഇക്വിലിബ്രിയം, ലോ ഓഫ് മാസ് ആക്ഷൻ, ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ആൻഡ് ദെയർ ക്യാരക്ടറിസ്റ്റിക്സ് ആൻഡ് ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ഇക്വിലിബ്രിയം. എസ് ക്ലിയർ? അപ്പോൾ അടുത്തായിട്ട് നമ്മൾ കിടക്കാൻ പോകുന്നത് ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ഇക്വിലിബ്രിയം. അങ്ങനെയാണെങ്കിൽ സെക്ഷൻ നമ്പർ 1 അവസാനത്തെ ടോപ്പിക്കിലേക്ക് കിടക്കാൻ വേണ്ടി പോവാണ്. ദ ലാസ്റ്റ് ടോപ്പിക് ഇൻ ദ സെക്ഷൻ നമ്പർ 1 ദാറ്റ് ഈസ് ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ഇക്വിലിബ്രിയം. എല്ലാവരും ഹെഡിങ് എഴുതിക്കോളൂ. ദാറ്റ് ഈസ് ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞാൽ ഇക്വിലിബ്രിയത്തെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സുകൾ ഏതൊക്കെയാണ് എന്നാണ് നമ്മൾ ഇതിനകത്തോടെ പഠിക്കാൻ വേണ്ടി പോകുന്നത്. എന്തൊക്കെയാ ഇക്വിലിബ്രിയത്തെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സുകൾ ഏതൊക്കെയാണെന്നാണ്. അപ്പോൾ ഇക്വിലിബ്രിയത്തെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സിനെ കുറിച്ച് പഠിക്കാൻ വേണ്ടി ഒരു പ്രിൻസിപ്പിൾ ഉണ്ട്. ആ പ്രിൻസിപ്പിളിനെ വിളിക്കുന്ന പേരാണ് ലേ ഷാറ്റ്ലിയർ പ്രിൻസിപ്പിൾ എന്നാണ്. എന്താണ് ലേ ഷാറ്റ്ലിയർ പ്രിൻസിപ്പിൾ? അതായത് ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സെക്ഷൻ നമ്പർ 1 എഴുതിയപ്പോൾ ഞാൻ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസ് ഇക്വിലിബ്രിയം അതുപോലെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ആവും ഞാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ടാവുക. ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, അപ്പോൾ ഒരു റിയാക്ഷൻ്റെ ഇക്വിലിബ്രിയത്തെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സിനെ കുറിച്ച് പഠിക്കാൻ വേണ്ടിയുള്ള ഒരു പ്രിൻസിപ്പിളിനെ എന്ത് വിളിക്കുക? ലേ ഷാറ്റ്ലിയർ പ്രിൻസിപ്പിൾ എന്നാണ് പറയുക. എന്താ പറയുക? ലേ ഷാറ്റ്ലിയർ പ്രിൻസിപ്പിൾ. അപ്പോൾ എന്താണ് മക്കളെ ലേ ഷാറ്റ്ലിയർ പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ? ലേ ഷാറ്റ്ലിയർ പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ ഉദാഹരണത്തിന് ഞാൻ ഇപ്പോൾ ഇക്വിലിബ്രിയം എന്ന് പറയുന്ന ഒരു സ്റ്റേജിൽ ഞാനിങ്ങനെ നിൽക്കുകയാണെന്ന് വിചാരിക്കാം. ഞാനാരാണ്? ഇക്വിലിബ്രിയത്തിൽ എന്ന് പറഞ്ഞ സ്റ്റേജിലാണ് ഞാൻ നിൽക്കുന്നതെങ്കിൽ എൻ്റെ പ്രഷറിലോ എൻ്റെ കോൺസെൻട്രേഷനിലോ എൻ്റെ ടെമ്പറേച്ചറിലോ നിങ്ങൾ മാറ്റം വരുത്തും. അങ്ങനെ മാറ്റം വരുത്തി കഴിഞ്ഞാൽ ആ മാറ്റത്തെ റെഡ്യൂസ് ചെയ്യുന്ന രീതിയിൽ ഞാൻ എന്ത് ചെയ്യും? സ്വന്തമായിട്ടൊരു ചേഞ്ച് വരുത്തും. നിങ്ങളിപ്പോൾ ഉദാഹരണത്തിന് എൻ്റെ പ്രഷർ കുറച്ചാൽ ഞാൻ എന്ത് ചെയ്യും? ആ പ്രഷർ കൂട്ടും. അല്ലെങ്കിൽ നിങ്ങൾ എൻ്റെ പ്രഷർ കൂട്ടിയാൽ ഞാനതിനെ കുറയ്ക്കും. നിങ്ങൾ കോൺസെൻട്രേഷൻ കൂട്ടിയാൽ ഞാനത് കുറയ്ക്കും. നിങ്ങൾ കോൺസെൻട്രേഷൻ കുറച്ചാൽ ഞാൻ കൂട്ടും. എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചേഞ്ചാണോ വരുത്തി അതിനെ റെഡ്യൂസ് ചെയ്യുക, അല്ലെങ്കിൽ നള്ളിഫൈ ചെയ്യുക, അല്ലെങ്കിൽ മിനിമൈസ് ചെയ്യുക, ഈ വാക്കൊക്കെ ഉപയോഗിക്കാം, ചെയ്യുന്ന രീതിയിൽ സിസ്റ്റം തന്നെ എന്ത് ചെയ്യും? സ്വന്തമായിട്ടൊരു ചേഞ്ച് അങ്ങ് വരുത്തും. ആ പ്രിൻസിപ്പിളിനെയാണ് എന്ത് വിളിക്കുക? ലേ ഷാറ്റ്ലിയർ പ്രിൻസിപ്പിൾ എന്നാണ് പറയുക. ലേ ഷാറ്റ്ലിയർ പ്രിൻസിപ്പിൾ. ലേ ഷാറ്റ്ലിയർ പ്രിൻസിപ്പിൾ. അപ്പോൾ എന്താ ലേ ഷാറ്റ്ലിയർ പ്രിൻസിപ്പിൾ? ഇക്വിലിബ്രിയത്തിൽ നിൽക്കുന്ന ഒരു സിസ്റ്റത്തിൻ്റെ പ്രഷറിലോ ടെമ്പറേച്ചറിലോ കോൺസെൻട്രേഷനിലോ മാറ്റം വരുത്തിയാൽ ആ മാറ്റത്തെ റെഡ്യൂസ് ചെയ്യുന്ന രീതിയിൽ
സിസ്റ്റം സ്വന്തമായിട്ട് ഒരു ചേഞ്ച് വരുത്തും. ആ പ്രിൻസിപ്പിളിനെയാണ് ലേ ഷാറ്റ്ലിയർ പ്രിൻസിപ്പിൾ എന്ന് പറയാം. അപ്പോൾ എന്താ ലേ ഷാറ്റ്ലിയർ പ്രിൻസിപ്പിൾ? വെനെവർ ദർ ഈസ് എ ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ, പ്രഷർ, ടെമ്പറേച്ചർ കോസ്ഡ് ബൈ എ സിസ്റ്റം ഇൻ ഇക്വിലിബ്രിയം, the system will readjust itself in such a way that to minimize effect of that change. ഒന്നുകൂടെ പറഞ്ഞാട്ടെ, എല്ലാവരും എൻ്റെ കൂടെ പറഞ്ഞു നോക്കുക. whenever there is a change in concentration, pressure, temperature caused by a system in equilibrium, system will readjust itself in such a way that to minimize effect of that change. എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? ഇക്വിലിബ്രിയത്തിൽ നിൽക്കുന്ന സിസ്റ്റത്തിൻ്റെ പ്രഷറിലോ ടെമ്പറേച്ചറിലോ കോൺസെൻട്രേഷനിലോ മാറ്റം വരുത്തിയാൽ ആ മാറ്റത്തെ റെഡ്യൂസ് ചെയ്യുന്ന രീതിയിൽ സിസ്റ്റം എന്ത് ചെയ്യും? സ്വന്തമായിട്ടൊരു ചേഞ്ച് വരുത്തും. അതാണ് ലേ ഷാറ്റ്ലിയർ പ്രിൻസിപ്പിൾ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ്. ദാറ്റ് ഈസ് ലേ ഷാറ്റ്ലിയർ പ്രിൻസിപ്പിൾ. നമുക്ക് എഴുതി നോക്കാം. whenever there is a change in concentration, pressure, whenever there is a change in concentration, pressure, temperature caused by a system in equilibrium, caused by a system in equilibrium, whenever there is a change in concentration, pressure, temperature caused by a system in equilibrium, the system will readjust itself in such a way that to minimize effect of that change. എന്താ മക്കളെ ലേ ഷാറ്റ്ലിയർ പ്രിൻസിപ്പിൾ? whenever there is a change in concentration, pressure, temperature caused by a system in equilibrium, the system will readjust itself in such a way that to minimize effect of that change. അർത്ഥം മനസ്സിലായിട്ടുണ്ടാവും. ഇക്വിലിബ്രിയത്തിൽ നിൽക്കുന്ന സിസ്റ്റത്തിൻ്റെ പ്രഷറിലോ ടെമ്പറേച്ചറിലോ കോൺസെൻട്രേഷനിലോ നിങ്ങൾ മാറ്റം വരുത്തിയാൽ ആ മാറ്റത്തെ റെഡ്യൂസ് ചെയ്യുന്ന രീതിയിൽ സിസ്റ്റം എന്ത് ചെയ്യും? സ്വന്തമായിട്ടൊരു ചേഞ്ച് വരുത്തും. പ്രഷർ കൂട്ടിയാൽ അത് കുറയ്ക്കും, കോൺസെൻട്രേഷൻ കുറച്ചാൽ അത് കൂട്ടും. എന്താണോ നിങ്ങൾ വരുത്തുന്ന ചേഞ്ച് അത് റെഡ്യൂസ് ചെയ്യും. അതിനെയാണ് ഇത് വിളിക്കുക ലേ ഷാറ്റ്ലിയർ പ്രിൻസിപ്പിൾ. ലാസ്റ്റായിട്ട് പറയാം. whenever there is a change in concentration, pressure, temperature caused by a system in equilibrium, the system will readjust itself. System will readjust itself to minimize the effect of that change. That is called ലേ ഷാറ്റ്ലിയർ പ്രിൻസിപ്പിൾ. നിങ്ങൾക്കിപ്പോൾ എന്ത് മനസ്സിലായി? എന്താണ് ലേ ഷാറ്റ്ലിയർ പ്രിൻസിപ്പിൾ എന്ന് മനസ്സിലായി. ഇനി നമുക്ക് ഞാൻ പറഞ്ഞു കോൺസെൻട്രേഷനിലാവാം, പ്രഷറിലാവാം, ടെമ്പറേച്ചറിലാവാം. അപ്പോൾ ഓരോ ആൾക്കാരുടെ എഫക്റ്റിനെ കുറിച്ചിട്ടാണ് അടുത്ത് പഠിക്കാൻ പോകുന്നത്. നമ്മൾ ആദ്യം എഫക്റ്റ് ഓഫ് കോൺസെൻട്രേഷനെ കുറിച്ച് പഠിക്കണം, എഫക്റ്റ് ഓഫ് പ്രഷറിനെ കുറിച്ച് പഠിക്കണം, എഫക്റ്റ് ഓഫ് ടെമ്പറേച്ചർ പഠിക്കണം, എഫക്റ്റ് ഓഫ് അഡീഷൻ ഓഫ് ഇനേർട്ട് ഗ്യാസ് പഠിക്കണം, എഫക്റ്റ് ഓഫ് കാറ്റലിസ്റ്റ് പഠിക്കണം. 5 എഫക്റ്റുകളാണ് പഠിക്കാനുള്ളത്. 5 എഫക്റ്റോടുകൂടി നമ്മുടെ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ഇക്വിലിബ്രിയം അവസാനിക്കുന്നതാണ്. ഇസ് ഇറ്റ് ക്ലിയർ? അപ്പോൾ ഈ ലോ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ എഫക്റ്റ് ഓഫ് പ്രഷറിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എഫക്റ്റ് ഓഫ് പ്രഷർ പറയണം, എന്നിട്ട് അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലേ ഷാറ്റ്ലിയർ പ്രിൻസിപ്പിളാണ്. എഫക്റ്റ് ഓഫ് പ്രഷർ പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ ലേ ഷാറ്റ്ലിയർ പ്രിൻസിപ്പിളാണ്. എഫക്റ്റ് ഓഫ് ടെമ്പറേച്ചറിൻ്റെ റീസൺ എന്താ വെച്ചാൽ ലേ ഷാറ്റ്ലിയർ പ്രിൻസിപ്പിൾ. അപ്പോൾ എക്സാമിന് എന്ത് ചോദിച്ചു കഴിഞ്ഞാലും അതിൻ്റെ റീസണുകളായിട്ട് വരുന്ന ലേ ഷാറ്റ്ലിയർ പ്രിൻസിപ്പിൾ ആയിരിക്കും. അതുകൊണ്ട് ലേ ഷാറ്റ്ലിയർ പ്രിൻസിപ്പിളിൻ്റെ ഡെഫിനേഷൻ പഠിക്കുക എന്ന് പറയുന്നത് ഇസ് വെരി 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 ഇമ്പോർട്ടൻറ്റ്. ഇസ് ഇറ്റ് ക്ലിയർ? സോ ലാസ്റ്റായിട്ട് നമുക്ക് ഒറ്റ തവണ കൂടി പറയാം. whenever there is a change in concentration, pressure, temperature caused by a system in equilibrium, the system will readjust itself in such a way that to minimize effect of that change. ഇക്വിലിബ്രിയത്തിൽ നിൽക്കുന്ന ഒരു സിസ്റ്റത്തിൻ്റെ പ്രഷറിലോ ടെമ്പറേച്ചറിലോ കോൺസെൻട്രേഷനിലോ മാറ്റം വരുത്തിയാൽ ആ മാറ്റത്തെ റെഡ്യൂസ് ചെയ്യുന്ന രീതിയിൽ സിസ്റ്റം ഒരു ചേഞ്ച് വരുത്തും. ദാറ്റ് ഈസ് കോൾഡ് ലേ ഷാറ്റ്ലിയർ പ്രിൻസിപ്പിൾ. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് പഠിക്കാം. ആദ്യം നമ്മൾ എഫക്റ്റ് ഓഫ് കോൺസെൻട്രേഷനെ കുറിച്ചിട്ടാണ് പഠിക്കാൻ വേണ്ടി പോകുന്നത്. ആദ്യം എഫക്റ്റ് ഓഫ് കോൺസെൻട്രേഷൻ.
അപ്പോൾ എല്ലാവരും ഹെഡിങ് എഴുതിക്കൊള്ളുക. ദാറ്റ് ഈസ് എഫക്റ്റ് ഓഫ് കോൺസെൻട്രേഷൻ. ഓക്കെ, ദാറ്റ് ഈസ് എഫക്റ്റ് ഓഫ് കോൺസെൻട്രേഷൻ. ഒന്നാമത്തെ എഫക്റ്റ് ഓഫ് കോൺസെൻട്രേഷൻ ആണ്. എഫക്റ്റ് ഓഫ് കോൺസെൻട്രേഷൻ പറയട്ടെ. അതായത് ഇപ്പോൾ ഞാനൊരു റിയാക്ഷൻ എടുക്കുകയാണ്. ആർ ഗിവ്സ് പി. എന്താണ് ആർ ഗിവ്സ് പി? ആർ ഗിവ്സ് പി എടുത്തു കഴിഞ്ഞാൽ ഇപ്പം ഞാൻ റിയാക്റ്റൻറ്റിൻ്റെ കോൺസെൻട്രേഷൻ കൂട്ടി. കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻറ്റ് ഞാൻ കൂട്ടി. മക്കളെ, കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻറ്റ് കൂട്ടിയാൽ ഈ റിയാക്റ്റൻറ്റിൻ്റെ അളവ് കൂടിക്കഴിഞ്ഞാൽ ലേഷാർഡിലെ പ്രിൻസിപ്പിൾ പ്രകാരം ഈ റിയാക്റ്റൻ്റെ അളവ് കുറയ്ക്കണം. ശരിയല്ലേ? അതായത് ഞാൻ റിയാക്റ്റൻറ്റിൻ്റെ കോൺസെൻട്രേഷൻ കൂട്ടിക്കഴിഞ്ഞാൽ ലേഷാർഡിലെ പ്രിൻസിപ്പിൾ പ്രകാരം ഇയാളുടെ അളവ് കുറയ്ക്കണം. ഇയാളുടെ അളവ് കുറയ്ക്കണമെങ്കിൽ ഇയാളെ നേരെ എന്താക്കി മാറ്റണം? പ്രൊഡക്റ്റാക്കി മാറ്റണം. പ്രൊഡക്റ്റാക്കി മാറ്റുന്ന എങ്ങോട്ടാ റിയാക്ഷൻ നടക്കുക? ഫോർവേഡ് റിയാക്ഷൻ ആയിരിക്കും നടക്കുക. ശരിയാണോ? കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ഷൻ്റെ കൂട്ടിയാൽ ഫോർവേഡ് റിയാക്ഷൻ നടക്കും. ഇനി കോൺസെൻട്രേഷൻ ഓഫ് പ്രൊഡക്റ്റ് കൂട്ടിയാലോ? കോൺസെൻട്രേഷൻ ഓഫ് പ്രൊഡക്റ്റ് കൂട്ടിയാൽ പ്രൊഡക്റ്റിൻ്റെ അളവ് കുറയ്ക്കണം. പ്രൊഡക്റ്റ് കുറയ്ക്കണമെങ്കിൽ തിരിച്ച് റിയാക്റ്റൻ്റ് ആക്കണം. റിയാക്റ്റൻ്റ് ആക്കണമെങ്കിൽ ഏത് റിയാക്ഷൻ നടക്കണം? ബാക്ക്വേർഡ് റിയാക്ഷൻ നടക്കണം. ഇപ്പോൾ ഒരു കാര്യം മനസ്സിലായി. റിയാക്റ്റൻറ്റിൻ്റെ കോൺസെൻട്രേഷൻ കൂടിയാൽ ഫോർവേഡ് റിയാക്ഷൻ നടക്കും. പ്രൊഡക്റ്റിൻ്റെ കോൺസെൻട്രേഷൻ കൂടിയാൽ ബാക്ക്വേർഡ് റിയാക്ഷൻ നടക്കും. അപ്പോൾ എനിക്ക് പറയാം, റിയാക്റ്റൻറ്റിൻ്റെയോ പ്രൊഡക്റ്റിൻ്റെയോ കോൺസെൻട്രേഷനിൽ മാറ്റം വരുത്തിയാൽ എവിടെയാണോ കോൺസെൻട്രേഷൻ കുറവുള്ളത് അവിടേക്ക് റിയാക്ഷൻ നടക്കും. ശരിയല്ലേ? റിയാക്റ്റൻ്റെ കോൺസെൻട്രേഷൻ കൂട്ടിയാൽ പ്രൊഡക്റ്റ് സൈഡിലാണ് കുറവുള്ളത്, അപ്പോൾ അങ്ങോട്ട് റിയാക്ഷൻ ഫോർവേഡ്. പ്രൊഡക്റ്റിൻ്റെ കൂട്ടിക്കഴിഞ്ഞാൽ റിയാക്റ്റൻ സൈഡിലാണ് കുറവുള്ളത്, അപ്പോൾ ബാക്ക്വേർഡ് നടക്കും. എന്ന് പറഞ്ഞാൽ റിയാക്റ്റൻറ്റിൻ്റെയോ പ്രൊഡക്റ്റിൻ്റെയോ കോൺസെൻട്രേഷനിൽ നിങ്ങൾ മാറ്റം വരുത്തിയാൽ എവിടെയാണോ കോൺസെൻട്രേഷൻ കുറവുള്ളത് ആ സൈഡിലേക്കായിരിക്കും റിയാക്ഷൻ നടക്കുക. ഇങ്ങനെയാണ് നടക്കുക. കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻ്റ് ഓഫ് പ്രോഡക്റ്റ് ഈസ് ചേഞ്ച്ഡ്. Reaction will proceed to the direction in which there is a decrease in concentration. ഈ ഡയലോഗ് എല്ലാവരും എഴുതിയിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് അത് എഴുതാം. Concentration of any of the reactant or product is changed. Concentration of any of the reactant or product is changed. Concentration of any of the reactant or product is changed. The reaction will proceed to the direction. Reaction will proceed to the direction in which decrease in concentration. Is it clear? So this is the first effect, that is effect of concentration. And the effect of concentration, that is റിയാക്റ്റൻറ്റിൻ്റെ കോൺസെൻട്രേഷൻ കൂട്ടിയാൽ ഫോർവേഡ് ഡയറക്ഷൻ നടക്കും. പ്രൊഡക്റ്റിൻ്റെ കോൺസെൻട്രേഷൻ നടത്തിയാൽ ബാക്ക്വേർഡ് റിയാക്ഷൻ നടക്കും. റിയാക്റ്റിൻ്റെയോ പ്രൊഡക്റ്റിൻ്റെയോ കോൺസെൻട്രേഷനിൽ മാറ്റം വരുത്തിയാൽ എവിടെയാണോ കോൺസെൻട്രേഷൻ കുറവുള്ളത് അവിടേക്കായിരിക്കും റിയാക്ഷൻ നടക്കുന്നുണ്ടാവുക. ഈസ് ഇറ്റ് ക്ലിയർ? യെസ്, ദാറ്റ് ഈസ് കോൺസെൻട്രേഷൻ ഓഫ് എനി ഓഫ് ദ റിയാക്റ്റൻറ്റ് or product is changed, the reaction will proceed to the direction which there is a decrease in concentration. Is it clear? Yes, this is the first effect, that is the effect of concentration. അങ്ങനെയാണെങ്കിൽ നമുക്ക് രണ്ടാമത്തെ എഫക്റ്റിലേക്ക് പോകാം. ദാറ്റ് ഈസ് എഫക്റ്റ് ഓഫ് പ്രഷറാണ്. ഏറ്റവും എക്സാമുകൾക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ള എഫക്റ്റ് ഏതാണെന്ന് വെച്ചാൽ അത് എഫക്റ്റ് ഓഫ് പ്രഷറാണ്. ദിസ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് വൺ. That is the second one, that is effect of pressure. Effect of pressure ആണ്. സൈഡിൽ മാർക്ക് ചെയ്ത് വെച്ചോളൂ. This is a very important one. എഫക്റ്റ് ഓഫ് പ്രഷർ. പ്രഷറിൻ്റെ എഫക്റ്റ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗാഷ്യസ് റിയാക്ഷനുകളിൽ മാത്രമേ പ്രഷറിന് എഫക്റ്റ് ഉള്ളൂ എന്നാണ് എൻ്റെ ഒന്നാമത്തെ പോയിന്റ്. Is it clear? That is പ്രഷർ ആർക്ക് മാത്രമേ എഫക്റ്റ് ഉണ്ടാവുള്ളൂ? ആരിൽ മാത്രമേ ഉണ്ടാവുള്ളൂ? ഗാഷ്യസ് റിയാക്ഷനുകളിൽ മാത്രമേ പ്രഷറിന് എഫക്റ്റ് ഉള്ളൂ. Is it clear?
effect of pressure has only effect in gaseous reactions. Pressure has only effect in gaseous reaction. gaseous റിയാക്ഷനുകളിൽ മാത്രമേ ആർക്ക് എഫക്റ്റ് ഉള്ളൂ മക്കളെ? പ്രഷറിന് എഫക്റ്റ് ഉള്ളൂ എന്നുള്ള. അപ്പോൾ നമുക്ക് പ്രഷറിൻ്റെ എഫക്റ്റ് നോക്കാം. പ്രഷറിൻ്റെ എഫക്റ്റ് ഇങ്ങനെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റാണ്. എങ്ങനെയാണ് പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് പ്രഷർ കൂട്ടി. ഇപ്പോൾ ഉദാഹരണത്തിന് എൻ്റെ കയ്യിലൊരു കണ്ടെയ്നർ ഉണ്ട്. റെഡി? ഇപ്പോൾ ഇതിനകത്ത് കുറേ ഗ്യാസ് പാർട്ടിക്കിൾ ഉണ്ടെന്ന് ഇരിക്കുക. അതൊക്കെ ഗ്യാസ് പാർട്ടിക്കിളുകളാണ്. യെസ്, ഇതാണ് ഇപ്പോൾ കണ്ടെയ്നറിൻ്റെ വോളിയം. ഞാൻ ഈ കണ്ടെയ്നറിൻ്റെ മുകളിൽ ഞാനൊരു പിസ്റ്റൺ വെച്ച് ഇതിൻ്റെ മുകളിൽ പ്രഷർ അപ്പ് ചെയ്യാണ്. അപ്പോൾ ഈ സാധനം അങ്ങ് താഴത്തോട്ട് പോകും അല്ലേ? താഴത്തോട്ട് പോകുന്ന സമയത്ത് ഇപ്പോൾ ഇതിൻ്റെ വോളിയം എന്ന് പറഞ്ഞാൽ ടോട്ടൽ വോളിയം ഇപ്പോൾ ഇത്ര വോളിയം ഉണ്ട്, ശരിയല്ലേ? ഞാൻ ഈ പിസ്റ്റൺ വെച്ചർ താത്തി കഴിഞ്ഞാൽ ഈ സാധനം നേരെ ഇവിടെ എത്തൂലേ? ഇല്ലേ, ഇത് വേറെ ഇവിടെ എത്തിയിട്ടുണ്ടാവും. അപ്പോൾ വോളിയം കൂടിയോ കുറഞ്ഞോ? അപ്പോൾ ഈ സാധനങ്ങൾ ഒന്നും കൂടി ഇങ്ങോട്ട് താഴത്തോട്ട് പോയിണ്ടാവും. ആണോ അല്ലേ? ആണ്. അപ്പോൾ പ്രഷർ കൂട്ടുമ്പോൾ സ്വാഭാവികമായിട്ടും വോളിയം കൂടുകയോ കുറയോ? വോളിയം കുറയുക ചെയ്യാം. അപ്പോൾ വോളിയം ഇത്ര ആയിട്ട് കുറഞ്ഞില്ലേ? ആദ്യം വോളിയം ഇത്ര അല്ലായിരുന്നു. അപ്പോൾ പ്രഷർ കൂട്ടുമ്പോൾ വോളിയം കുറയുകയാണ് ചെയ്യുക. ഇനി എൻ്റെ അടുത്ത ചോദ്യം ഇതാണ്, അതായത് ഞാൻ പ്രഷർ കൂട്ടുന്നതിന് മുമ്പ് ഈ ഗ്യാസ് പാർട്ടിക്കിളുകളെല്ലാം ഇങ്ങനെയായിരുന്നു കിടന്നിരുന്നത്, ആണല്ലോ. ഞാൻ ഇതിൻ്റെ ഉള്ളിൽ ഇപ്പോൾ ഒരു യൂണിറ്റ് വോളിയം എടുത്തു. എടുത്തപ്പോൾ ഇതിനുള്ളിൽ എത്ര ഗ്യാസ് പാർട്ടിക്കിൾ ഉണ്ട്? ഇപ്പോൾ 2 ഗ്യാസ് പാർട്ടിക്കിളാണ്, ശരിയല്ലേ? ഞാനിനി ഇതിൻ്റെ മുകളിൽ എന്താ അപ്ലൈ ചെയ്യാൻ വേണ്ടി പോവാണ്? ഞാനിതിൻ്റെ മുകളിൽ ഒരു പ്രഷർ അപ്ലൈ ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഈ സാധനങ്ങൾ ഒന്നായിട്ട് പ്രഷർ അപ്ലൈ ചെയ്ത് ഇവിടെ എത്തി നോക്കാം. റെഡി? അപ്പോൾ ഈ ഗ്യാസ് പാർട്ടിക്കിളെല്ലാം വീണ്ടും ഇതിനെ തൊട്ടടുത്തായി ഉണ്ടാവില്ലേ? ആണോ മക്കളെ? ആണ്. ഇനി ഞാൻ ഇതിനുള്ളിൽ പോയിട്ട് ഒരു യൂണിറ്റ് വോളിയം എടുത്ത് കഴിഞ്ഞാൽ എനിക്ക് എത്ര ആൾക്കാരാണോ? ഇല്ല, ഇപ്പോൾ എത്ര ആൾക്കാരായി? 5 ആൾക്കാരായി. അപ്പോൾ പ്രഷർ കൂട്ടുമ്പോൾ വോളിയം കുറയും. വോളിയം കുറയുമ്പോൾ ഒരു യൂണിറ്റ് വോളിയത്തിനകത്തുണ്ടാകുന്ന ആൾക്കാരുടെ എണ്ണം കൂടുകയോ കുറയോ? എണ്ണം കൂടുകയാണ് ചെയ്യുക, അല്ലേ? അപ്പോൾ പ്രഷർ കൂട്ടുമ്പോൾ വോളിയം കുറയും. വോളിയം കുറഞ്ഞാൽ എന്ത് കൂടും? നമ്പർ ഓഫ് മോൾസ് പെർ യൂണിറ്റ് വോളിയം. കൂടും. ഞാനൊന്നുകൂടി പറയാം. പ്രഷർ കൂടുമ്പോൾ വോളിയം കുറയും. വോളിയം കുറയുമ്പോൾ നമ്പർ ഓഫ് മോൾസ് പെർ യൂണിറ്റ് വോളിയം കൂടും എന്ന് പറഞ്ഞാൽ പ്രഷർ കൂട്ടുമ്പോൾ നമ്പർ ഓഫ് മോൾസിന് എണ്ണം കൂടും. നമ്പർ ഓഫ് മോൾസ് കൂടുമ്പോൾ ലേസാർലി പ്രിൻസിപ്പിൾ പ്രകാരം നമ്പർ ഓഫ് മോൾസ് കുറയ്ക്കണം. അപ്പോൾ റിയാക്ഷൻ എങ്ങോട്ടാണ് നടക്കുക? എവിടെയാണോ നമ്പർ ഓഫ് മോൾസ് കുറവുള്ളത് അവിടേക്കാണ് നടക്കുക. അപ്പോൾ അക്കോർഡിംഗ് ടു ലേസാർലി പ്രിൻസിപ്പിൾ, റിയാക്ഷൻ വിൽ പ്രൊസീഡ് ടു ദ ഡയറക്ഷൻ ഇൻ വിച്ച് ദർ ഇസ് എ ഡിക്രീസ് ഇൻ നമ്പർ ഓഫ് മോൾസ്. അപ്പോൾ എങ്ങനെ പറയാം? അക്കോർഡിംഗ് ടു ലേസാർലി പ്രിൻസിപ്പിൾ, reaction will proceed to the direction in which decrease in number of moles. അതായത് എവിടെയാണ് പ്രഷർ കൂട്ടിയാൽ എവിടെയാണോ നമ്പർ ഓഫ് മോൾസ് കുറവുള്ളത് അവിടേക്കാണ് റിയാക്ഷൻ നടക്കാൻ നിർത്തും. പ്രഷർ കൂട്ടിയാൽ വോളിയം കുറയും. ഞാൻ നമ്പർ ഓഫ് മോൾസ് പെർ യൂണിറ്റ് വോളിയം കൂടും എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് മോൾസ് കൂടും. അപ്പോൾ പ്രഷർ കൂട്ടിയാൽ നമ്പർ ഓഫ് മോൾസ് എവിടെയാണോ കുറവുള്ളത് അവിടേക്കാണ് റിയാക്ഷൻ നടക്കുക. അക്കോർഡിംഗ് ടു ലേസാർലി പ്രിൻസിപ്പിൾ, റിയാക്ഷൻ വിൽ പ്രൊസീഡ് ടു ദ ഡയറക്ഷൻ ഇൻ വിച്ച് ദർ ഇസ് എ ഡിക്രീസ് ഇൻ നമ്പർ ഓഫ് മോൾസ്. അക്കോർഡിംഗ് ടു ലേസാർലി പ്രിൻസിപ്പിൾ, റിയാക്ഷൻ വിൽ പ്രൊസീഡ് to the direction in which there is a decrease in number of moles. ഞാനൊരു എക്സാമ്പിൾ കാണിക്കാം, ശ്രദ്ധിക്കുക എല്ലാവരും. പ്രഷർ കൂട്ടിയാൽ നമ്പർ ഓഫ് മോൾസ് കുറഞ്ഞ ഭാഗത്തേക്കാണ് റിയാക്ഷൻ നടക്കുന്നുണ്ടാവുക. അപ്പോൾ ഞാനൊരു എക്സാമ്പിൾ കാണിക്കാം. ദാറ്റ് ഈസ് N2 plus 3H2 gives 2NH3. നോക്കുക, ഇവിടെ നമ്പർ ഓഫ് മോൾസ് എത്ര? ഇവിടെ 4. ഇവിടെ നമ്പർ ഓഫ് മോൾസ് എത്ര? 2. ഞാൻ പ്രഷർ കൂട്ടിയ റിയാക്ഷൻ എങ്ങോട്ടാണ് നടക്കേണ്ടത്? നമ്പർ ഓഫ് മോൾസ് കുറഞ്ഞ ഭാഗത്തേക്കാണ്, ഇങ്ങോട്ടാണ് കുറവുള്ളത് അല്ലേ? അപ്പോൾ ഏത് റിയാക്ഷൻ നടക്കുക? ഫോർവേഡ് റിയാക്ഷനാണ് നടക്കുക. ഫോർവേഡ് റിയാക്ഷൻ ഒക്കെ. അതായത് പ്രഷർ കൂട്ടിയ നമ്പർ ഓഫ് മോൾസ് കുറഞ്ഞ ഭാഗത്തേക്കാണ് റിയാക്ഷൻ ഫേവർ ചെയ്യാൻ നടത്തും. ഇസ് ഇറ്റ് ക്ലിയർ? എനി ഡൗട്ട്? നോ. അടുത്തൊരു എക്സാമ്പിൾ കാണിക്കാം. ദാറ്റ് ഈസ് PCl5 gives PCl3 plus Cl2. PCl5 gives PCl3 plus Cl2. ഇവിടെ 1, ഇവിടെ 2. പ്രഷർ കൂട്ടി എങ്ങോട്ടാ പോവുക? നമ്പർ ഓഫ് മോൾസ് കുറഞ്ഞ ഭാഗത്തേക്ക് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ബാക്ക്വേർഡ് റിയാക്ഷൻ. ബാക്ക്വേർഡ് റിയാക്ഷൻ ഒക്കെ.
ഞാൻ നേരത്തെ പറഞ്ഞു പ്രഷർ എന്തിൽ മാത്രമേ ഉള്ളൂ, ഗാഷ്യസ് റിയാക്ഷനുകളിൽ മാത്രമേ ഉള്ളൂ എന്നാണ്. മൂന്നാമത്തെ ദാറ്റ് ഈസ് H2 plus I2 gives 2HI ആണല്ലോ. ഇവിടെ നമ്പർ ഓഫ് മോൾസ് എത്ര, ഇവിടെ 2, ഇവിടെ നമ്പർ ഓഫ് മോൾസ് എത്ര 2. പ്രഷർ കൂട്ടിക്കഴിഞ്ഞാൽ ഇത് രണ്ടിടത്തും നമ്പർ ഓഫ് മോൾസ് സെയിം അല്ലേ, അപ്പോൾ ഇവിടുത്തെ ചേഞ്ച് നമ്പർ ഓഫ് മോൾസിൻ്റെ വാല്യൂ എന്താ, ദാറ്റ് ഈസ് 0 ആണ്. അതായത് നമ്പർ ഓഫ് മോൾസിൽ ചേഞ്ച് ഇല്ല എങ്കിൽ ആ റിയാക്ഷനിൽ പ്രഷറിന് എന്തില്ല, ഒരു എഫക്റ്റും ഇല്ല എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ റിയാക്ഷനിൽ പ്രഷർ ഹാസ് നോ എഫക്റ്റ് എന്നാണ് പറയേണ്ടത്. പ്രഷർ ഹാസ് നോ എഫക്റ്റ്. ഇത് എത്രയോ തവണ ബോർഡ് എക്സാമുകൾക്ക് ചോദിച്ചൊരു ചോദ്യമാണ്. ഇറ്റ്സ് വെരി 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 ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ബോർഡ് എക്സാമുകൾക്ക് സ്ഥിരം എങ്ങനെ ചോദിക്കാറില്ല, H2 plus I2 gives 2HI. സെയിം എക്സാമ്പിൾ തരും, എന്നിട്ട് ചോദിക്കും പ്രഷറിലെ എഫക്റ്റ് എന്താണെന്ന് ചോദിക്കും, എന്തുകൊണ്ട് ചോദിക്കും. പ്രഷറിലെ എഫക്റ്റ് എന്താണെന്ന് വെച്ചാൽ പ്രഷറിന് ഒരു എഫക്റ്റ് ഇല്ല എന്നാണ് പറയേണ്ടത്. കാരണം അവിടുത്തെ ചേഞ്ച് നമ്പർ ഓഫ് മോൾസിൻ്റെ വാല്യൂ 0 ആണ്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അതിൻ്റെ കാരണം ദാറ്റ് ഈസ് ലേ ഷാറ്റ്ലിയർ പ്രിൻസിപ്പിൾ ആണ് എന്നുള്ളതാണ്. അവിടെയാണ് ലേ ഷാറ്റ്ലിയർ പ്രിൻസിപ്പിൾ ഡിഫൈൻ ചെയ്യേണ്ടി വരും. 1/2 മാർക്ക് അതും കിട്ടും, 1.5 മാർക്കും, ടോട്ടൽ 2 മാർക്കിനൊക്കെയാണ് ബോർഡ് എക്സാമുകൾക്ക് ഇത് ചോദിച്ചു കാണാറുള്ളത്. അപ്പോൾ 2 നമ്മൾ പറഞ്ഞു, എഫക്റ്റ് ഓഫ് കോൺസെൻട്രേഷൻ പറഞ്ഞു, എഫക്റ്റ് ഓഫ് പ്രഷർ പറഞ്ഞു. ഇസ് ഇറ്റ് ക്ലിയർ?